വീഡിയോയിൽ നമുക്ക് എങ്ങനെ AdMobന്റെ ഒരു ബാനർ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് എ ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഉണ്ടോ, ഇവിടെ പ്ലസ് ഐക്കണുള്ള സ്റ്റാർട്ട് എ ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. അവിടെ നമുക്ക് ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഫോൺ ആൻഡ് ടാബ്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഈ സ്ക്രോളിംഗ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡമ്മി ഡാറ്റ യൂസ് ചെയ്തൊരു ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മളിനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നെയിം കൊടുക്കാം, ടെസ്റ്റിംഗ് ബാനർ എന്ന് കൊടുക്കാം. ഓക്കെ, താഴെ പാക്കേജ് നെയിം ഓട്ടോ പോപ്പുലേറ്റ് ആയി. സാധാരണ നമ്മൾ പാക്കേജ് നെയിം ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഡൊമൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സപ്പോസ് നമുക്കൊരു നമ്മുടെ നെയിം ആണെങ്കിലും കൊടുക്കാം. അത് com.company_name.app name അതാണ് ഒരു സ്റ്റാൻഡേർഡ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ലാസ്റ്റ് .com ആയിരിക്കുമല്ലോ, mycompany.com. അപ്പോൾ അത് നമ്മൾ തിരിച്ചിടുന്നു com.mycompany. എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ എവിടെ സേവ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഈ ഫോൾഡർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർക്ക് സ്പേസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പ്രൊജക്ട്സ് എല്ലാം അതിലാണ് സാധാരണ ഇടുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് സ്പേസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഓരോ ഫോൾഡേഴ്സ് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്ക് ടെസ്റ്റിംഗ് ബാനർ എന്നൊരു ഫോൾഡർ കൊടുക്കാം. ഫോൾഡർ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, ടെസ്റ്റിംഗ് ബാനർ. പിന്നെ താഴെ ലാംഗ്വേജ് ആണ്, ജാവയും കൊട്ലിനും ഉണ്ട്. ജാവയാണ് സെലക്ട് ചെയ്യുന്നത്. മിനിമം SDK ഡിഫോൾട്ട് 18 വന്നു, അത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മിനിമം 18 കൊടുത്താൽ തന്നെ 98.4% ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിനി ഫിനിഷ് ടാപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ താഴെ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, പ്രോഗ്രസ് ബാർ ഉണ്ടല്ലോ, അവിടെ ഇൻഡെക്സിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗ്രേഡിൽ ബിൽഡ് നടക്കുകയാണ്. അതും കുറച്ച് സമയമെടുക്കും. നമ്മൾ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിന് വരെ SSD ആയി യൂസ് ചെയ്യുന്നെങ്കിൽ ഈ പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകും. ഓക്കെ, കുറച്ച് സമയമെടുക്കും. അത് കണ്ടോ, ഗ്രേഡിൽ ബിൽഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഫയൽസൊക്കെ റെഡിയാകും. ഓക്കെ, ഇവിടെ നമ്മൾ ഓട്ടോ ജനറേറ്റ് ആയ കോഡാണിത്. ഇവിടെ ഈ ആൻഡ്രോയിഡ് ടെസ്റ്റ് എന്നുള്ള ഈ ഫോൾഡറൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ യൂണിറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെയാണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ build.gradle എന്നൊരു ഇതുണ്ട്, ഗ്രേഡിൽ സ്ക്രിപ്റ്റ്സ് എന്നുള്ളതിൽ. അത് മൊഡ്യൂൾ ആപ്പ് ലെവലിൽ അത് ഓപ്പൺ ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ്. ഓക്കെ, അത് ഓപ്പൺ ആയി. ഇവിടെ ലൈബ്രറി ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇവിടെയാണ് കൊടുക്കുന്നത്, നമ്മൾ ഏതൊക്കെ ലൈബ്രറി യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ്റെ വേർഷൻ നെയിമൊക്കെ നമ്മളിവിടെ നിന്ന് ഈ കോഡങ്ങ് കളഞ്ഞേക്കാം. അതൊക്കെ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഡിപ്പെൻഡൻസീസ് ആണ്, ഈ ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ. നമുക്കിവിടെ ആവശ്യമില്ല. നമ്മൾ build.gradle ഫയലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ഉടനെ സിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്താലേ ഇനി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സിങ്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇവിടെ ഒരു പ്ലേ ഐക്കണുണ്ട്, ഇത് റൺ ചെയ്താൽ ഓൾറെഡി ഉള്ള ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് അല്ലെങ്കിൽ എമുലേറ്ററിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് താഴെ കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ് AVD. ഇപ്പോൾ ഇവിടെ ഒരു AVD ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ റൺ ചെയ്ത ആപ്ലിക്കേഷനാണ്, അത് ക്ലോസ് ആയി. മിനിമൈസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു APK ഫയൽ ജനറേറ്റ് ചെയ്ത് അത് ഈ AVDയിലേക്ക് പുഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊരു സ്ക്രോളിംഗ് ആക്ടിവിറ്റിയാണ്, നമ്മൾ ആ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റ് ആണ്. ഇത് ബേസിക്കലി ഒരു ആപ്പ് ബാർ കൊളാപ്സിങ് ടൂൾ ബാർ ഉണ്ട്, പിന്നെ ഒരു FAB ഉണ്ട്,
ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, അതിൻ്റെ താഴെ ഒരു നെസ്റ്റഡ് സ്ക്രോൾ വ്യൂ ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ബാനർ ഹെഡ് പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ബോട്ടത്തിലായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കോഡൊന്ന് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി, സ്ക്രോളിംഗ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. നമ്മൾ ആ മറ്റ് ഫയൽസ് എല്ലാം ക്ലോസ് ചെയ്യാം, ക്ലോസ് അതേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ജാവ ഫയൽ. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു XML ഫയലിലാണ്. അതാണ് ഈ സെറ്റ് കണ്ടന്റ് വ്യൂ r.layout എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുക, അപ്പോഴാ ഡിപ്പെൻഡൻസി ആയിട്ടുള്ള XML ഫയൽ ഓപ്പൺ ആവും. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. RES ഫോൾഡറിൽ ലേഔട്ട് എന്നൊരു ഫോൾഡറുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും activity_scrolling, ആ ഫയലാണിത്. ഓക്കെ, ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ മുകളിൽ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ക്ലിക്ക് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് കോഡ് ഇവിടെ ഓപ്പൺ ആയി, സെലക്ട് ആയി. കണ്ടോ, ഇതൊരു കണ്ടന്റ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത് വേറൊരു ലേഔട്ടാണ്. ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതൊരു വേറൊരു XML ഫയലാണ്, content_scrolling. അതിവിടെ ലേഔട്ട് ഫോൾഡറിലുണ്ട് അത്. ഓക്കെ, ഇതിലൊരു ടെക്സ്റ്റ് വ്യൂ ആണ്, അതിലൊരു ഡമ്മി ഡേറ്റ ആണ്, അത് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലാണത്. അത് ഇവിടെ നോക്കി അറിയാം, ഒരു ഡമ്മി ഡേറ്റയാണ്. ഓക്കെ, അന്ന് ഇപ്പോൾ ആവശ്യമില്ലാതെ. ഓക്കെ, നമ്മളിനി നമ്മുടെ ബാനർ ഹെഡ് പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇൻക്ലൂഡ് ലേഔട്ട് എന്നുള്ള ഇതിൻ്റെ താഴെയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പേരന്റ് ലേഔട്ട് എന്ന് പറയുന്നത് ഇതാണ്, കോർഡിനേറ്റർ ലേഔട്ട്. നമുക്ക് ഈ കോഡൊക്കെ മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ കാണാൻ പറ്റും ഈ കോർഡിനേറ്റർ ലേഔട്ടിൻ്റെ ചിൽഡ്രൻ ആരൊക്കെ. ആർ ലേഔട്ട് ഉണ്ട്, ഇൻക്ലൂഡ് ടാഗ് ഉണ്ട്, പിന്നെ ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻക്ലൂഡ് ടാഗിൻ്റെ താഴെ നമ്മൾ ഈ നമ്മുടെ ബാനർ ഹെഡ് പ്ലേസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അത് നോക്കാം. അഡ്മോബ് ബാനർ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഉണ്ട്. ഈ ഡോക്യുമെൻറ്റേഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ബൈ ഇറ്റ് സെൽഫ് എന്നുള്ള ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ പ്ലേ സർവീസസ് അഡ്സ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്, അത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന കോഡില്ലേ, ഇത് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ഈ build.gradle ഫയൽ ഉണ്ടല്ലോ, അതിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള ഈ ടാഗ് ലൈൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും build.gradle ഫയലിൽ ചേഞ്ച് വരുത്തിയാലും സിങ്ക് ചെയ്യണം. അത് സിങ്ക് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ബൈ ഇറ്റ് സെൽഫ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ ഇതൊരു അഡ്മോബ് ഫയർബേസിൻ്റെ പാർട്ടായിട്ടും വരുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ബൈ ഇറ്റ് സെൽഫ് എന്നുള്ള ഓപ്ഷനാണ് ചെയ്തത്. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പകരം നമുക്ക് ഇവിടെ ടൂൾസ് എന്ന ഓപ്ഷൻ ഇല്ലേ, ഇവിടെ ഫയർബേസ് ഉണ്ട്, അത് ടാപ്പ് ചെയ്താൽ നമുക്ക് ഫയർബേസ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിൽ ഉണ്ടോ, നമ്മൾ നോക്കി അനലിറ്റിക്സ്, ഓതൻറ്റിക്കേഷന്, അങ്ങനെ ഫയർബേസിന് ഒരുപാട് സർവീസസ് ഉണ്ട്. അതിലൊരു ഓപ്ഷനാണ് അഡ്മോബ് എന്നുള്ളത്. ആ അഡ്മോബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ബാനർ ഹെഡ് ടു യുവർ ആപ്പ് എന്ന് പറയും. ഇതിലാദ്യം കണക്ട് ടു ഫയർബേസ് എന്നുള്ള ഇത് കൊടുക്കണം. അപ്പോൾ ബ്രൗസർ ഓപ്പൺ ആയി നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ബട്ടൺ ആഡ് അഡ്മോബ് ടു യുവർ ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഈ ലൈനിൽ ഇതിന് പകരം ഇവിടെ ഫയർബേസ് അഡ്സ് എന്നായിരിക്കും, പ്ലേ സർവീസസ് അഡ്സ് എന്നായിരിക്കത്തില്ല. രണ്ടും സിമിലർ ആണ്, സെയിം ആണ്. പക്ഷെ നമുക്കിത് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫയർബേസ് യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. ബൈ ഇറ്റ് സെൽഫ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. കണ്ടോ, അതിൽ ഈ നമ്മൾ ആ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തു. അതിനുശേഷം എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഈ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള ഈ ലൈൻ നമ്മൾ കോപ്പി ചെയ്തു. അതിനുശേഷം ഈ പറയുന്നത് manifest.xml എന്ന് പറഞ്ഞൊരു മെയിൻ ഫയലുണ്ട്, അതിവിടെയാണ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആൻഡ്രോയിഡ് manifest.xml എന്നൊരു XML ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റി ക്ലാസ്സസും മെറ്റാ ടാഗ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ ആക്ടിവിറ്റി എന്നുള്ള ടാഗിൻ്റെ താഴെ ഈ ലൈൻ കോപ്പി ചെയ്തു.
ഓക്കെ, ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഒരു മെറ്റാ ടാഗാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ID, അഡ്മോബിൻ്റെ ഏത് ID ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ള. ഇപ്പോൾ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് IDs വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ശരിക്കുള്ള ID വെച്ച് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിനെയൊക്കെ ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ടെസ്റ്റ് ആപ്പ് ID കോപ്പി ചെയ്തു, ഈ വാല്യൂ എന്നുള്ള ഈ പാരാമീറ്ററിലേക്ക് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കാം ഇനി എന്താ ചെയ്യേണ്ടത്. ഇനി ഇനീഷ്യലൈസ് ചെയ്യണം മൊബൈൽ ആർട്സ് SDK. ഉണ്ട്, അത് ഈ ലൈൻ ഓഫ് കോഡിലാണ്. ഈ സെറ്റ് കണ്ടന്റ് വ്യൂ എന്നുള്ള ലൈനിന് താഴെ കൊടുക്കണം. നമ്മുടെ ആക്ടിവിറ്റി ക്ലാസ് എടുത്തു, അതിൽ സെറ്റ് കണ്ടന്റ് വ്യൂ എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഉണ്ട്. അതിൽ ഈ ഓൺ ഇനിഷ്യലൈസേഷൻ കംപ്ലീറ്റ് എന്നൊരു ഫങ്ഷൻ ഉണ്ട്. ഈ ആർട്സ് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാനർ ആഡ് ലോഡ് ചെയ്യിക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ സെലക്ട് ആഡ് ഫോർമാറ്റ് എന്നുള്ള ഇത് ഇംപ്ലിമെൻ്റ് ബാനർ നമ്മൾ ഈ നേരത്തെ കണ്ട ഈ പേജ് തന്നെയാണ്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ആഡ് വ്യൂ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ആഡ് വ്യൂ എന്നുള്ള ഈ കോഡ് ഈ ലൈൻ കോപ്പി ചെയ്തു. അത് നമ്മുടെ ആക്ടിവിറ്റി _ സ്ക്രോളിംഗ് എന്നുള്ള ഈ ഇൻക്ലൂഡ് ടാഗിൻ്റെ താഴെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കോർഡിനേറ്റർ ലേഔട്ടിൻ്റെ ഒരു ചില്ലറാണ് ഇപ്പോൾ ആഡ് വ്യൂ. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്ന റാപ്പ് കണ്ടന്റ് അവിടുത്തെ, അത് നമുക്ക് മാച്ച് പേരൻ്റ് ആക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്കിത് അലൈൻ ചെയ്യണം, ബോട്ടത്തിൽ അലൈൻ ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ഗ്രാവിറ്റി ലേഔട്ട് ഗ്രാവിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ബോട്ടം കൊടുത്തു. അപ്പോൾ ഈ നമ്മുടെ ബാനർ ആഡ് നേരെ താഴെ ബോട്ടത്തിൽ വന്നു സ്ക്രീനിൻ്റെ. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഗ്രേഡിൽ ബിൽഡ് റൺ ആകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആപ്പ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, നമുക്ക് ഈ XML ചെയ്ത കാര്യം നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ജാവയിലും ചെയ്യാൻ പറ്റും. ഈ ആഡ് വ്യൂ XML കൊടുക്കുന്നതിന് പകരം നമ്മുടെ ജാവയിലെ കോഡ്ലിനിലോ നമുക്കൊരു ക്ലാസ് ആയിട്ട് പ്രോഗ്രാമാറ്റിക്കലി ആർട്സ് ലോഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നീട് പറയാം. അതിന് ഇപ്പം നമ്മുടെ ആപ്പ് റൺ ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ താഴെ ആഡൊന്നും കാണുന്നില്ല. നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് നോക്കിയാൽ അറിയാം. ബാക്ക്ഗ്രൗണ്ട് കളർ ആക്സെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി റൺ ചെയ്തെന്ന് അറിയാം. ബാനർ ആഡ് പ്ലേസ് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പ് ഒന്നുകൂടെ ലോഞ്ച് ചെയ്തു, കണ്ടോ? അപ്പോൾ അവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്, പക്ഷേ ലോഡ് ആയിട്ടില്ല. ഇത് നമ്മുടെ ബാനർ ലോഡ് ആയിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടി ഈ കുറച്ച് ലൈനൂടെ കോപ്പി ചെയ്യാനുണ്ട്. നമുക്ക് താഴെ നോക്കിയാൽ അറിയാം, കണ്ടോ? ലോഡ് ആൻഡ് ആഡ്. നമ്മുടെ ആപ്പ് ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആഡ് വ്യൂ ലോഡ് ചെയ്യിക്കണം. ആഡ് വ്യൂവിൽ ആഡ് റിക്വസ്റ്റ് വെച്ച് ലോഡ് ചെയ്യിക്കണം. ഈ ഇത്രയും ലൈൻ ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ ഓൺ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് എന്നുള്ള ഇത് ഫംഗ്ഷനകത്ത് ആഡ് വ്യൂ ഡിഫൈൻ ചെയ്യണം. അതൊരു ആഡ് വ്യൂവിൻ്റെ ഒബ്ജക്റ്റാണ് ആഡ് വ്യൂ. ഓക്കെ, അവിടെ ID ഇവിടെ ആഡ് വ്യൂ എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, @ID ആഡ് വ്യൂ, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആഡ് വ്യൂവിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൽ ആഡ് റിക്വസ്റ്റ് നമ്മൾ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആണ്, നമ്മൾ നേരത്തെ ലോഡ് ചെയ്യിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ആഡ് ലോഡ് ചെയ്യിക്കാൻ പോവാണ്. കണ്ടോ, ടെസ്റ്റ് ആഡ്. പക്ഷെ നമ്മൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ഫയലിൽ ഇത് ടെസ്റ്റിംഗ് ആയതുകൊണ്ടാണ് അത് കാണിച്ചത്. ഇവിടെ നമ്മൾ ഇൻ്റർനെറ്റ് പെർമിഷൻ എന്ന് പറഞ്ഞൊരു പെർമിഷൻ ഉണ്ട്, യൂസേഴ്സ് പെർമിഷൻ ഇൻ്റർനെറ്റ്. അത് കൊടുത്താലേ റിയലായിട്ടുള്ള ആഡ്സ് കാണത്തുള്ളൂ. കാരണം ഇൻ്റർനെറ്റ് പെർമിഷൻ ആവശ്യമാണ് സെർവറിൽ നിന്ന് ലോഡ് ചെയ്യിക്കാൻ വേണ്ടി, ആഡ്സ് ലോഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായി. അതിൽ നമ്മൾ ഒരു ബാനർ ആഡ് ഷോ ചെയ്തിട്ടുണ്ട്. ഇവിടെ XML ചെയ്തിട്ടുണ്ട്.
ഈ ആഡ് യൂണിറ്റ് ഐ ഡി ഒക്കെ XML-ലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇതിപ്പോൾ നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ആഡ് യൂണിറ്റ് ഐ ഡി നമ്മൾ മാറ്റി റിലീസ് വെർഷൻ ഉള്ളത് കൊടുക്കണം. ഇപ്പോൾ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ളതായതുകൊണ്ട് ടെസ്റ്റ് ആഡ്സേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിലേക്ക് ആപ്പ് പുഷ് ചെയ്യുന്നതിന് മുന്നേ സാധാരണ ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ ബിൽഡ് എടുത്തിട്ട് ജനറേറ്റ് സൈൻഡ് ബണ്ടിൽ ഓർ APK, അതൊരു APK അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് ബണ്ടിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ആഡ് യൂണിറ്റ് ഐ ഡി ഉണ്ട്, ഈ ലൈനും പിന്നെ ഈ മാനിഫെസ്റ്റ് ഫയലിലെ താഴെ ഒരു മെറ്റാ ടാഗ് ഉണ്ട്, അതിൽ ആപ്പ് ID കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ റിലീസ് വേർഷൻ ഉള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും റിലീസ് വേർഷനിലുള്ളത് വെച്ചുകൊണ്ട് ഒരിക്കലും റൺ ചെയ്യില്ല. അത് നമ്മുടെ അക്കൗണ്ടിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതാണ് ഇതും പറയാനുള്ളത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ XML AdView ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഒരു ലീനിയർ ലേഔട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക AdView എന്നുള്ളിടത്ത്. ഓക്കെ. എന്നിട്ട് അതിന് ശേഷം ആ ലീനിയർ ലേഔട്ടിലേക്ക് ഈ പ്രോഗ്രമാറ്റിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു AdView ഒബ്ജക്റ്റ് ഉണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ പ്രോഗ്രമാറ്റിക്കലി ചെയ്യണമെന്ന്. AdView ഈക്വൽ ടു ന്യൂ AdView. അപ്പോൾ ഈ AdView എന്നുള്ള ഒബ്ജക്റ്റ് ഇത് ലീനിയർ ലേഔട്ടിൻ്റെ ചിൽഡ്രൻ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതിൽ നമ്മൾ ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇതിന് തൊട്ട് മുന്നായിട്ട് AdView ഡിഫൈൻ ചെയ്യുക. XML-ൽ നിന്ന് അത് മാറ്റി അവിടെ ഒരു ലീനിയർ ലേഔട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് if build config dot debug എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീബഗ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഈ ലൈനില്ലേ ഇത് കൊടുക്കുക, ടെസ്റ്റ് ആഡ് യൂണിറ്റ് ID. അപ്പോൾ ഡീബഗ് ആണ്. എൽസ് എന്നൊരു കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് റിലീസ് വെർഷൻ ഒരു കമൻറ്റ് കൊടുത്തു, റിലീസ് ഉണ്ട്. AdView ഡോട്ട് സെറ്റ് ആഡ് യൂണിറ്റ് ID എന്ന് പറയുന്ന അത് ആ ലൈൻ ഇവിടെയും കൊടുക്കുക. ഇവിടെ നമ്മൾ റിലീസ് വെർഷനുള്ള നമ്മുടെ ഏത് AD യൂണിറ്റ് ID ആണ് റിലീസ് വെർഷനിൽ കൊടുക്കേണ്ടത് അതിവിടെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിഡൻ്റലി റിലീസ് AD യൂണിറ്റ് ID വെച്ച് റൺ ചെയ്യത്തില്ല. കാരണം ഈ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മളിവിടെ ബിൽഡ് എടുത്ത് കഴിയുമ്പോഴാണ്. സൈൻഡ് ബണ്ടിൽ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിലെ ഇത് റൺ ആവത്തുള്ളൂ. നമ്മൾ സാധാരണ എമുലേറ്ററിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡീബഗ് മോഡിലാണ് റൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇങ്ങനെ ഡീബഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ പ്രോഗ്രാമാറ്റിക്കലി. അതാണ് ഇന്ന് പറയാനുള്ളത്. ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒരു ബാണർ ഹെഡ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.